കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനാ പൂജകൾ പൂർത്തിയായതിനുശേഷം 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതവും തൃക്കൂർ അരിയളവും നടന്നു. ഭഗവാന് സമർപ്പിക്കുന്ന വലിയ വട്ടളം പായസ നിവേദ്യമാണ് ചതുശതമെന്നറിയപ്പെടുന്നത്. തിരുവാതിര പന്തിരടിയോടെയാണ് തിടപ്പള്ളിയിൽ പായസ നിവേദ്യം ആരംഭിച്ചത്. 100 ഇടങ്ങഴിയരി, 100 നാളികേരം, 100 കിലോ ശർക്കരയും നെയ്യും ചേർത്താണ് പായസം തയ്യാറാക്കിയത്. പായസം ഭഗവാന് നിവേദിച്ച ശേഷം മണിത്തറയിലും കോവിലകം കയ്യാലയിലും പായസ നിവേദ്യം വിതരണം ചെയ്തു. വൈശാഖ മഹോത്സവത്തിലെ തൃക്കൂർ അരിയളവും നടന്നു. കോട്ടയം സ്വരൂപത്തിലെ അമ്മരാജയ്ക്ക് പന്തീരടിക്കാമ്പ്രം നമ്പൂതിരിപ്പാട് നിശ്ചിത അളവരി സ്വർണത്തളികയിൽ പകർന്നു നൽകി. ശ്രീകോവിലിനുള്ളിൽ അരി സ്വീകരിച്ച് ദക്ഷിണ നൽകിയ ശേഷം അമ്മരാജ വാളറയിലും അമ്മാറക്കൽ തറയിലുമെത്തി വണങ്ങി. അളന്നു ലഭിച്ച അരി മേൽമുണ്ടിൽ കെട്ടി തലയിൽ വെച്ച് അമ്മരാജ തിരുവഞ്ചിറ പ്രദക്ഷിണം ചെയ്ത് മടങ്ങി. വഴി വഴി ഇതെല്ലാം കാരല്ലേ. രാത്രി പൂജയ്ക്ക് ശേഷം 4 തറവാട്ടിലെ സ്ത്രീകൾ മണിത്തറയിൽ അരിയും ഏഴില്ലക്കാർക്ക് പഴവും ശർക്കരയും നൽകി. തൃക്കൂർ അരിയളവിന് മാത്രമേ തറവാട്ടുകാരായ സ്ത്രീകൾക്ക് അക്കരെ ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടാകാറുള്ളൂ. രണ്ടാമത്തെ ചതുശത നിവേദ്യമായ പുണർദം ചതുശതം വെള്ളിയാഴ്ചയും ആയില്യം ചതുശതം ശനിയാഴ്ചയും നടക്കും. ജൂൺ 30-ന് മകം കലംവരവ് നടക്കുന്നതോടെ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനമുണ്ടായിരിക്കില്ല. 4ാമത്തെ ചതുശത നിവേദ്യമായ അത്തം ചതുശതം ജൂലൈ 3-ന് നടക്കും. അന്നുതന്നെയാണ് വാളാട്ടവും കലശപൂജയും നടക്കുക. 4-ന് തൃക്കലശാട്ടോടെ 27 നാൾ നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിന് സമാപനമാകും.